എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ ഓഫ് വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. തെക്ക് കിഴക്കേ മൂലയിൽ എന്തൊക്കെ വരാൻ പാടില്ല, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ വിവരണം. ഒരു കാരണവശാലും തെക്ക് കിഴക്കേ മൂലയിൽ കിണർ വരാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്രഹനാഥൻ്റെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം വരാൻ പാടില്ല. അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ, കൊച്ചു കുട്ടികളുടെ ബെഡ്റൂമും വരാൻ പാടില്ല. അടുക്കള വരാം, ഒരു കുഴപ്പമില്ല. നോൺ വെജും വയ്ക്കാം, വെജും വയ്ക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയിൽ വാഷ് ബേസിൻ വയ്ക്കാൻ പാടില്ല. കാരണം അവിടെ ജലം വരും. അഗ്നികോണാണ്, കറക്റ്റ് മൂലയാണ് അഗ്നികോൺ. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ 2 ഭൂതങ്ങൾ നമുക്ക് എതിരാവും, ജലവും അഗ്നിയും. അവിടെ ഒരു കാരണവശാലും കക്കൂസ്, ടോയ്ലറ്റ് വരാൻ പാടില്ല. വാട്ടർ ടാങ്ക് വരാൻ പാടില്ല. എൻട്രൻസും വരാൻ പാടില്ല. ഒരു വീടിൻ്റെ എൻട്രൻസ് ഒരു കാരണവശാലും തെക്ക് കിഴക്കേ മൂലയിൽ വരാൻ പാടില്ല. പൂജാമുറി വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ അവിടെ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആവും. ഇനി അവിടെ വരാവുന്ന കാര്യങ്ങൾ, അവിടെ കാർ ഷെഡ് വയ്ക്കാം. നമുക്ക് ഗസ്റ്റുകൾക്കുള്ള ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം അല്ല ഞാൻ പറഞ്ഞത്, സാധാ ബെഡ്റൂം മതി. കാരണം അവർ കൂടി വന്നാൽ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം, അതിൽ കൂടുതൽ അവർ താമസിക്കരുത്. കാരണം നമുക്ക് പല തിരക്കുകളുമുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് സമയമില്ല ആർക്കും. അവിടെ ജനറേറ്റർ വയ്ക്കാം. ഹീറ്റായ എന്ത് കാര്യങ്ങളും അവിടെ വയ്ക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ ഹാള് വരാം, ഹോം തിയേറ്റർ വരാം. കാരണം നമ്മൾ സമയം കൂടുതൽ ആ കോർണറിൽ ചെലവഴിക്കരുത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതിൽ കുഴപ്പമില്ല. നമ്മുടെ സമയം കൂടുതൽ കളയരുത്. അതുകൊണ്ടാണ് അവിടെ തെക്ക് കിഴക്കേ മൂലയിലാണെങ്കിൽ അഗ്നികോണായതുകൊണ്ട് നമുക്കവിടെ കൂടുതൽ നേരം ഇരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകില്ല. കാരണം അഗ്നിയാണ് അവിടെ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ വന്നാൽ കുഴപ്പമില്ല. അതുപോലെ പേഴ്സണൽ ഓഫീസ് അവിടെ വരാം. കാരണം നമുക്ക് ആരെങ്കിലും അപ്പോയിൻമെൻറ്റ് രാവിലെ 2-3 പേരെ എടുക്കുക, മെയിൻ ഓഫീസിലോട്ട് പോകുന്നതിന് മുമ്പ്. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പ് 2 പേരെ നമുക്ക് കാണാം, അല്ലെങ്കിൽ പോട്ടെ 5 പേരെ കാണാം. കൂടുതൽ നേരം നമുക്കവിടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പേഴ്സണൽ ഓഫീസും അവിടെ ആകാം. കൂടാതെ ഞാൻ ആദ്യം എൻട്രൻസിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കാരണവശാലും തെക്ക് കിഴക്കേ കോർണറിൽ വരരുതെന്ന്. അത് തെക്ക് കിഴക്കേ കോർണറിലോട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ ആ സ്റ്റെപ്പ് ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ വാട്ടർ ടാങ്ക് യാതൊരു കാരണവശാലും വരാൻ പാടില്ല. കെട്ടിടത്തിൻ്റെ മുകളിലോ താഴെ കുഴിച്ചിടുകയോ ചെയ്യാൻ പാടില്ല. വാട്ടർ സ്റ്റോർ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും അവിടെ വാട്ടറിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ കൊച്ചു വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുകയും വേണം. ഇന്നൊരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്തേ.